നന്നായി അറിയുന്നോനേ, എന്നെ നന്നായി മനയുന്നോനേ, എന്നെ നന്നായി അറിയുന്നോനേ, എന്നെ നന്നായി മനയുന്നോനേ, കുറവുകൾ മാറ്റും എന്നുടമസ്ഥനേ, വില നൽകിയ എന്നേജമാനനേ, കുറവുകൾ മാറ്റും എന്നുടമസ്ഥനേ, വില നൽകിയ എന്നേജമാനനേ, എന്നപ്പനേ നിൻ പൊന്നുപാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെയാ, എന്നപ്പനേ നിൻ പൊന്നുപാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെയാ, എന്നെ മുറ്റും മുറ്റും നൽകുന്നേ, എന്നെ മുറ്റും മുറ്റും നൽകുന്നേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്നത് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. ആരും അറിയാതെ സൗഖ്യമായിട്ട് പോകാൻ വന്നവൾ, പക്ഷേ കർത്താവ് അവളെ എല്ലാവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തി. അവളാണ് ആരും അറിയാതെ വന്നതാണ്. സ്തോത്രം. രഹസ്യമായി വന്ന് രഹസ്യമായി വിടുവിക്കപ്പെടാൻ വന്നവൾ. എന്നാൽ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ് എന്നെ തൊട്ടത് ആരെന്ന് പറഞ്ഞ് ഇവളെ വെളിപ്പെടുത്തി. സ്തോത്രം. അവിടെ നിങ്ങൾ കണ്ട കാര്യം, നിന്റെ വിശ്വാസം, മകളെ ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ നാഴിക മുതൽ അവൾക്ക് സൗഖ്യമായി. എനിക്ക് ആ വാക്കിന് ഒത്തിരി സന്തോഷം തോന്നുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. പലപ്പോഴും ഈ ഒരു വാക്ക് തെറ്റായ ചിന്തയിൽ പലരും പറയാറുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. പക്ഷെ ഇവൾ യേശുവിലായിരുന്നു വിശ്വസിച്ചത്. യേശുവിലുള്ള എന്ത് വിശ്വസിച്ചോ ആ വിശ്വാസം അവളെ രക്ഷിച്ചു. നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്നല്ല, യേശുവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ ആ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും. മനുഷ്യരിലോ വ്യക്തികളിലോ വിശ്വസിച്ചാലോ ആശ്രയിച്ചാലോ തിരുവചനം പറയുന്നു, ആമേൻ, അത് പരാജയപ്പെടുമെന്നാണ്. എന്നാൽ യേശുവിനെ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ആ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും. ഇവളെ ദൈവം എല്ലാവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തി. എന്തിനാ പരിചയപ്പെടുത്തി എന്നറിയാമോ? അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ വസ്ത്രത്തിനെങ്കിലും ഒന്ന് തൊടാൻ ആമേൻ ജനം തിക്കിത്തിരക്കി. എന്തുകൊണ്ടാണ് ജനം അങ്ങനെ തിക്കിത്തിരക്കിയത്? ഇവൾ ആരുമറിയാതെ യേശുവിൻ്റെ വസ്ത്രത്തിൽ വന്ന് തൊട്ടത് കൊണ്ട് സൗഖ്യമായ കാര്യം യേശു ലോകത്തോട് പറഞ്ഞതുകൊണ്ടാണ് അത് മറ്റുള്ളവർക്ക് ഒരു വഴിയായി മാറ്റപ്പെട്ടു. യേശു പറയണ്ട, യേശു നോക്കണ്ട, യേശു വരണ്ട, യേശു കൈവെക്കണ്ട, ഞാൻ ചെന്നൊന്ന് തൊട്ടാൽ മതി, എനിക്ക് വിടുതല. അവൻ്റെ ദേഹത്ത് പോലും സ്പർശിക്കണ്ട, അവൻ്റെ വസ്ത്രത്തിലൊന്ന് കൈവച്ചാൽ മതി, എനിക്ക് സൗഖ്യമാകും. ഇങ്ങനെ ഒരു വിശ്വാസം അനേകർക്ക് ഉപകാരപ്പെടേണ്ടതിനാണ് അവളെ പരിചയപ്പെടുത്തിയത്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നു, നിങ്ങളെ അനേകരുടെ ഒരു അനുഗ്രഹമാകേണ്ടതിന് ദൈവം പരിചയപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങളിൽ നടക്കുന്ന അത്ഭുതങ്ങൾ അനേകർക്ക് പ്രചോദനമാവും. നിങ്ങളുടെ വിശ്വാസം അനേകർക്ക് ഒരു വഴികാട്ടിയാവും. ദൈവം നിങ്ങളെ അനേകർക്കൊരു അനുഗ്രഹമാക്കാൻ പോവുകയാണ്. നിങ്ങളിൽ നടക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവം ലോകത്തിൽ പരിചയപ്പെടുത്തുന്നത് അതുപോലെ തകർന്നിരിക്കുന്ന ആയിരങ്ങളെ വിടുവിക്കാനാണ്. കർത്താവ് എന്നോട് പറയുന്നു, ആയിരങ്ങളെ വിടുവിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആയിരങ്ങൾക്ക് ഒരു അനുഗ്രഹമാക്കാൻ നിങ്ങളെ ദൈവം നിങ്ങൾ ഇന്ന് കിടക്കുന്ന കുഴിയിൽ നിന്ന്, ചേറ്റിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. അടിയുറച്ച ഒരു വിശ്വാസത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. സ്തോത്രം. നീ അനേകർക്ക് ഒരു അനുഗ്രഹമായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം.
യേശുവേ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേട്ട ഈ വ്യക്തിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുപ്പ കർത്താവെ, ഞങ്ങളിൽ നല്ല വിശ്വാസത്തെ അങ്ങ് കർത്താവ് ഉളവാക്കുന്നതിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ കർത്താവെ അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റുന്നതിന് നന്ദി പറയുന്ന കർത്താവെ, അനേകർക്കൊരു സാക്ഷ്യമാക്കി മാറ്റുന്നതിന് സ്തോത്രം ചെയ്യുന്ന പിതാവെ, കർത്താവ് ഞങ്ങളുടെ ഒരു തലമുറ യേശുവിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഉപയോഗിക്കണമേ കർത്താവെ. കർത്താവ് ഈ കുടുംബത്തെ അങ്ങനെ ആക്കി തീർക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരെ അനേകർക്ക് അനുഗ്രഹമായി നീ ഇവരെ വെളിപ്പെടുത്തണമേ. അനേകർക്കൊരു നന്മയായി നീ ഇവരെ വെളിപ്പെടുത്തണമേ. മറഞ്ഞിരിക്കാൻ നീ അനുവദിക്കരുതേ. ഇവർ ആരും അറിയാതെ വന്ന് കർത്താവിനെ സ്തുതിച്ച് പോകേണ്ടവരല്ല. എല്ലാവർക്കും ഒരു പ്രചോദനമാകാൻ, എല്ലാവർക്കും ഒരു അനുഗ്രഹമാകാൻ നീ ഇവരെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ ഞെരുക്കുന്ന രോഗത്തിൽ നിന്ന്, കടത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. പ്രതീക്ഷയോടെ അവർ ജീവിക്കട്ടെ. ഇന്നത്തെ സാഹചര്യങ്ങൾ തിരിയട്ടെ. അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇത് അനേകരിലേക്ക് നിങ്ങൾ എത്തിക്കുക. ഗോഡ് ബ്ലെസ് യു. ഷലോം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻസുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.